2015 ഡിസയർ VDA ആണ്. സെയിം നമ്മളിപ്പോൾ ഒരു പെട്രോൾ വേരിയൻ്റ് ഉണ്ടല്ലോ, അതേ സെയിം കളർ. അത് പെട്രോൾ, ഇത് ഡീസൽ. ഇത് വന്നിട്ട് 2018-19 എറ്റിയോസ് GD പ്ലാറ്റിനം ആണ്, ഡീസൽ വേരിയൻ്റ് ആണ്. ഇത് വന്നിട്ട് 2016 ജാസ് SP ആണ്, ഡീസലാണ് വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. ഇത് വന്നിട്ട് 2019 ഡിസയർ SNDA ആണ്. വെറും 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC ആണ്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ആറ്റിങ്ങൽ ഭാഗമാണ്. തോട്ടക്കാട് പാലം എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ 2 മാസം കൂടുമ്പോൾ വീഡിയോ ചെയ്യുന്നൊരു ഷോപ്പാണ്. TVM കാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാസുകളാണ് കിടക്കുന്നത്. തീരെ മോശം കാസുകളായിട്ടുള്ള കാറുകൾ വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികളാണ്. ഒരു 90% ഞാൻ കാണാറില്ല. പിന്നെ നമ്മളിപ്പം ലോ ബഡ്ജറ്റ് ആൾക്കാർക്ക് വണ്ടി ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട് 1-2 വണ്ടികൾ എന്ന് പറയുന്ന പോലെ ഒരു 4-5 വണ്ടി ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ഒരു 800 ഒരു വോൾട്ട് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള. അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ്, വാഗണർ, വെനു അങ്ങനെയൊക്കെ നോക്കുന്ന ടൈപ്പ് ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന നല്ലൊരു ഷോപ്പാണ്. ഒരുവിധം വിശ്വസിച്ച് എടുക്കാനും കൊള്ളാവുന്ന ഷോപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെയും എനിക്ക് കംപ്ലയിൻസുകളൊന്നും വലുതായിട്ട് അങ്ങനെ നമ്മളെ ചാനലിൽ വന്ന് റിപ്പോർട്ട് അടിച്ചിട്ടില്ല. അതായത് ഈ ഇന്ന ഷോപ്പിൽ നിന്ന് വണ്ടി എടുത്തു, ആ വണ്ടി വളരെ മോശമായിരുന്നു, അങ്ങനെയൊന്നും പറഞ്ഞ് വന്നിട്ടില്ല. ചില ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ആ ഷോപ്പ് വിശ്വസിക്കാൻ കൊള്ളാവോ എന്നുള്ള രീതിയിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. വണ്ടികൾ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. കാരണം മോശം അഭിപ്രായങ്ങൾ ഞാൻ കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചെടുക്കാമെന്നേ പറഞ്ഞത്. എന്നിരുന്നാൽ പോലും നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ, കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ആരംഭിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഹൈപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ഞെക്കി സപ്പോർട്ട് ചെയ്ത് തരിക. വീഡിയോയ്ക്ക് കുറച്ചുകൂടി ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ടുകളൊക്കെ നിങ്ങൾ ചെയ്ത് തരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ ആരംഭിക്കുകയാണ്. ഇത് വന്നിട്ട് 2017 എർട്ടിക ഡീസൽ ഹൈബ്രിഡ് ആണ്, VDA ആണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. 78,000 കിലോമീറ്റർ. ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇല്ല ഇല്ല. കിലോമീറ്റർ ഒക്കെ ജെന്യുവൻ ആണ്. കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. എൻ്റെ അകമൊക്കെ കാണാൻ കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. സീറ്റ് കവറൊക്കെ നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. കീറി പറഞ്ഞ അങ്ങനെയുള്ള രീതിയിലൊന്നും കിടക്കില്ല. ഓരോ വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെയുള്ളൊന്നുമില്ല. ഇല്ല. ടയറൊക്കെ ആവറേജാണ്. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 6.5. 6.5. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഒരു ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 50 രൂപയ്ക്കകത്തൊക്കെ മതി. നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ അത്യാവശ്യം ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അതെ. 6.5 ചോദിക്കുന്നത്? 6.5. ഇത് വന്നിട്ട് 2019-20 ബലേനോ ആൽഫയാണ്, ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ആൻഡ്രോയിഡ് ഇത് ഉള്ളതാണോ? അല്ല, ഇത് കമ്പനി തന്നെ, ആൽഫയാണ്. പുഷ് സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാം വരുന്ന ടൈപ്പാണ്. മാനുവൽ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 6.30. 6.30. ഇത് ലാസ്റ്റ് പ്രൈസ് ആണോ ഈ പറയണേ? ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കസ്റ്റമർ. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ല. ഇല്ല. ഇതും ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. 50 രൂപ വേണ്ടി വരില്ല. 10-30 രൂപയൊക്കെ മതി. ഇത് ഇയർ കിടക്കയല്ലേ, 2020 വണ്ടിയല്ലേ. ഓക്കെ. ഇത് വന്നിട്ട് 2023 വെന്യൂ SX വേരിയൻ്റ് ആണ്. ടോപ്പ് എൻഡിൻ്റെ തൊട്ട് താഴെയുള്ള. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. 70,000 കിലോമീറ്റർ. ഇതിൽ സൺറൂഫ് എല്ലാം വരുന്ന വേരിയൻ്റ്, വോയിസ് മോഡലെല്ലാം ഉള്ളതാണ്. ഇത് പെട്രോൾ തന്നെയല്ലേ? പെട്രോളാണ്. പെട്രോൾ. ഓക്കെ. വണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പോഴും നിൽക്കുന്നത്. ഇത് എന്ത് കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? 70. പക്ഷെ വണ്ടി കണ്ടല്ലേ, വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഞാൻ ഒരു 7,000 ആ ഒരു റേഞ്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞ തെറ്റിയാണോ അറിയാൻ ഒന്നുകൂടി ചോദിച്ചത്. വണ്ടി തന്നെ നീറ്റ് ഫ്രഷ് കണ്ടീഷൻ എന്ന് പറയാവുന്ന രീതിയിൽ ഇരിപ്പുണ്ട്. ടയറിൽ വന്നപ്പം അതറിയാനുണ്ട്. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല ഇതുവരെയായിട്ടും. ഫുള്ള് ഷോറൂം സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ലാസ്റ്റ് സർവീസ് ചെയ്തിട്ട് ഇപ്പോൾ 500 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. ചുമ്മാതല്ല, വണ്ടി അത്രയും നീറ്റായിട്ടിരിക്കുന്നത്. കമ്പനി സർവീസ് കൂടി ആകുമ്പോൾ അതിൻ്റെതായ നീറ്റ്നെസ് കാണുമല്ലോ. എത്ര ചോദ്യം? എത്ര ചോദിക്കാൻ? 8.40. 8.40. ഇത് വന്നിട്ട് 2017 സിയാസ് ആൽഫയാണ്. ആൽഫയിൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്.
ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് ആണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. ഇപ്പോൾ 70,000 കിലോമീറ്റർ. 72. ലാസ്റ്റ് സർവീസ് ചെയ്താണ് 71. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 1000 കിലോമീറ്റർ കൂടി ഓടിയിട്ടുണ്ട്. വണ്ടി ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇൻറ്റീരിയറൊക്കെ നല്ലൊരു ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. കിലോമീറ്റർ ജെന്യുവിനാണേ? ജെന്യുവിനാണ്. അതാണ് പറഞ്ഞത്, ലാസ്റ്റ് സർവീസ് 71. ഓക്കെ. അപ്പോൾ എത്ര ചോദ്യം? ഇത് വന്നിട്ട് 640. 640. വണ്ടി ബോഡിയൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ പറയുന്ന പോലെ വേറെ അപാകതകളൊന്നും ഞാനും കണ്ടിട്ടില്ല, നീറ്റായിട്ട് ഇരിപ്പുണ്ട്. 640 ചോദ്യം അല്ലേ? ഇത് വന്നിട്ട് 2018-19 എറ്റിയോസ് GD പ്ലാറ്റിനം ആണ്. ഡീസൽ വേരിയൻ്റ് ആണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. കിലോമീറ്റർ വന്നിട്ട് 115. മറ്റേ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു? സർവീസ് എല്ലാം പക്ക, മേജർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കൊള്ളാം, വണ്ടി നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇത്രയൊക്കെ ഓടി എന്ന് പറഞ്ഞാൽ വണ്ടി കാണാൻ നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉള്ള വണ്ടിയാണ് എറ്റിയോസ്. ടൊയോട്ടയുടെ വണ്ടി പിന്നെ ടൊയോട്ട ആണ്, റിലയബിലിറ്റി ഉണ്ട്. ഓക്കെ, വണ്ടിക്കകം ഓക്കെയാണ്. ഓക്കെ. അപ്പം വേറെ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ബോണറ്റ്, ബമ്പർ അങ്ങനെ ഒന്നുമില്ല, ഗ്ലാസ് മാത്രം. ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഇല്ല. എത്ര ചോദ്യം? 560. 560. പിന്നെ വരുന്ന കസ്റ്റമർക്ക് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. 560 പ്രതീക്ഷിക്കുന്ന വില. ചോദിക്കാൻ വില പേശാൻ വേണ്ടി വെച്ചേക്കുന്ന വില 560. പിന്നെ നിങ്ങൾ വന്ന് വണ്ടി കണ്ട് നല്ല പോലെ ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടിയുടെ ഒരു വില നിങ്ങൾ പറയുക അല്ലേ? അതെ. ഇത് വന്നിട്ട് 2019 ഡിസയർ SNDA ആണ്. വെറും 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC ആണ്. വെറും 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ എന്ന് പറയലേ എന്തോടാ? വെറും 80,000 പറഞ്ഞാൽ 80,000 കിലോമീറ്റർ അത്ര ഓടിയതല്ലേടേ? 80,000 ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് ഇത് വളരെ കുറവാണ്. സാധാരണ ഇപ്പോൾ ഡീസൽ വണ്ടി കിട്ടാനും ഇല്ല. വരുന്ന എല്ലാം കിലോമീറ്റർ എല്ലാം 1,00,000 മുകളിലാണ് വരുന്നത്. ഓക്കെ. ബാക്ക് AC എന്തൊക്കെ വരുന്ന മോഡലാണ്? SNDA ആണ്. അലോയ് വീല്, പുഷ് ഷാർട്ട് എല്ലാം വരുന്നതാണ്. എത്ര ചോദ്യം? 635. 635. അപാകതകൾ എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇത് വന്നിട്ട് 2023 വെന്യൂ SX വേരിയൻ്റാണ്. കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 23,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ജെന്യുവിനാണ്. ഇതെങ്ങനെ കമ്പനി സർവീസ് നിൽക്കുന്ന? കമ്പനി സർവീസിലാണ് നിൽക്കുന്നത്. 2023 വണ്ടിയാണ്, 3 കൊല്ലം ആയിട്ടുള്ളൂ. SX തന്നെ, നേരത്തെ കണ്ട തന്നെ. സൺറൂഫും വോയിസ് മോഡും എല്ലാം ഉള്ളതാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 8.3. വണ്ടി ഇന്നലെ വന്നേ ഉള്ളൂ. കുറച്ച് വർക്കുകളുണ്ട് ചെയ്യാനായിട്ട്. വർക്കുകൾ എന്ന് പറയുന്നത് ചെറിയ പെയിന്റിങ്ങിൻ്റെ ഈ കാണുന്ന വർക്കുകൾ തന്നെ. 8.3 ലക്ഷം. ഇത് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് ഒരു 95% ലോൺ ചെയ്യാൻ പറ്റും. ഒരു 10-30 രൂപയ്ക്കകത്തൊക്കെ മതിയാവും. ഇത് വന്നിട്ട് 2015 ഡിസയർ VX ആണ്. പെട്രോൾ വേരിയൻ്റ് ആണ്. കിലോമീറ്റർ 60,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ജെന്യുവൻ കിലോമീറ്ററാണ്. സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 390. എന്ത് ഓടിയെന്നാ പറഞ്ഞേ? 60,000 കിലോമീറ്റർ. ജെന്യുവനാണ്, ഹിസ്റ്ററി അവൈലബിൾ ആണ്. ചോദിക്കണ്ട, അതങ്ങ് പറയാനുള്ളതല്ലേ? ഓക്കെ. വണ്ടി 60,000 കിലോമീറ്റർ ആകുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണല്ലേ, 15 വണ്ടിയല്ലേ? അതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. കിലോമീറ്ററിൻ്റെ ഇത് പറയുന്നുണ്ട്. ഓരോ വണ്ടി കാണാൻ കൊള്ളാം, വേറെ വലിയ അപാകതകളൊന്നുമില്ല. ചെറിയ മൈന്യൂട്ട് പറയാനാണ് ഇതേപോലുള്ള ചെറിയ, അതൊക്കെ നമ്മൾ പോളിഷ് ചെയ്ത് ഡെലിവറിയുടെ ടൈമിൽ പോളിഷ് ചെയ്ത് കൊടുക്കണം. ആ രീതി നോക്കിയാൽ വണ്ടി വൃത്തിയായിട്ടിരിപ്പുണ്ട്. 2014 സ്വിഫ്റ്റ് VX ആണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത് നിലവിൽ. ഓണർഷിപ്പ് സെക്കൻഡ്. ഓക്കെ. വണ്ടിക്കകം കൊള്ളാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഇന്റീരിയറൊക്കെ പക്കാ നീറ്റാണ്. അപ്പോൾ എങ്ങനെ? ഇന്റീരിയറൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. കിലോമീറ്റർ ജെന്യുവനാണ്. ടയേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഫുൾ നമ്മൾ റീപെയിൻറ്റ് ചെയ്താക്കുക.
റീപെയിന്റ് ചെയ്തതാ? ആ, ഈ full കളർ repaint. തന്നെയല്ലേ വണ്ടി? വണ്ടി ഈ കളർ തന്നെയല്ലേ? ഈ കളർ തന്നെ ഫുള്ള് റീപെയിൻറ്റ് ചെയ്യും, എല്ലാ സൈഡും സ്ക്രാച്ച് ആയിരുന്നു. ഓ, അങ്ങനെ റീപെയിന്റ് ചെയ്തു. ഇത് വന്നിട്ട് 2016 ജാസ് എസ് പി ആണ്, ഡീസലാണ് വണ്ടി. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർഷിപ്പ്. ഒരു 15 അല്ലേ മൈലേജ് ആണത്തോളൂ? 15 ജാസ് അല്ലേ, അങ്ങനെ പോലെ ഒരു 24 പ്ലസ് വരും. ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. അല്ല, 24 പ്ലസ് വരും. ഓ, ഡീസലാണ്? ഡീസലാണ്, പെട്രോൾ അല്ല. അവൻ്റെ പെട്രോളാണ്. ഓക്കെ ഓക്കെ. എന്ത് ഓടിയിട്ടുണ്ട്? 130. മേജർ സർവീസൊക്കെ കഴിഞ്ഞ് കിടക്കാം. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ടയർ ആവറേജ് ആണെങ്കിൽ ആവറേജിന് തൊട്ട് മുകളിൽ നിങ്ങൾക്ക് പറയാം, ആ രീതിയിലുള്ള ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 4.4. 4.4. 2015 ഡിസയർ VDA ആണ്. സെയിം നമ്മളിപ്പോൾ ഒരു പെട്രോൾ വേരിയൻ്റ് ഉണ്ടല്ലോ, അതേ സെയിം കളർ. അത് പെട്രോൾ, ഇത് ഡീസൽ. രണ്ടും 15 ലോ കിലോമീറ്റർ ആണ്. എത്ര ഓടി? 93. മേജർ കഴിഞ്ഞിട്ടില്ല. ആയിട്ടില്ലല്ലോ? മേജർ ആയിട്ടില്ല, ഉണ്ട്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പോഴും നിൽക്കുന്നത്. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 4.10. ആക്സിഡന്റ് റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, ഫുള്ള് കമ്പനി സർവീസ് ഉള്ള. വണ്ടി കാണാനൊക്കെ നീറ്റായിട്ടിരിപ്പുണ്ട്. പെയിന്റും ഈ കളർ ആയതുകൊണ്ട് തന്നെ വലിയ ഫെയ്ഡ് ഉണ്ടോ എന്ന് പറയാനും പറ്റത്തില്ല. അതെ, ഈ ഒരു കളർ ആയതുകൊണ്ടാണ്. ഇത് പോളിഷ് ചെയ്തൊക്കെ ഇട്ട നല്ല അടിപൊളി ഗ്ലേസിംഗ് ആണ്. ഇത് വന്നിട്ട് 2013 അമേസാണ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ. പെട്രോള്? ഡീസൽ. പെട്രോൾ അല്ല. ആൻഡ്രോയിഡൊക്കെ ഈ പ്രത്യേകം വെച്ചാണോ? അഡീഷണൽ വെച്ചതാണ്. ഇത് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളൊരു സെഗ്മെൻറ്റാണ്. ഡ്രൈവിംഗ് സീറ്റ് കുറച്ച് കയറിയിരിപ്പുണ്ട്. സീറ്റ് കവർ ചെയ്യേണ്ടി വരും, ഫുള്ള് ചെയ്യേണ്ടി വരും സീറ്റ് കവർ. ബാക്കി എക്സ്റ്റീരിയർ ഫുള്ള് നമ്മളിപ്പോൾ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാക്കാം. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 290. 290? ഓക്കെ. വണ്ടി അത്യാവശ്യം ആ ഒരു ബഡ്ജറ്റിന് പറ്റിയ നല്ലൊരു ഡീസൽ വണ്ടിയാണ്. മൈലേജും ഉണ്ട്. 2019 സിയാസ് ആൽഫയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ടയറിൽ നിൽക്കുകയാണ്, ഓട്ടം. കീലെസ് എല്ലാം വരുന്ന, സ്റ്റാർട്ട് ബട്ടൺ നിൽക്കുന്ന വണ്ടി. ഫുൾ ഓപ്ഷനാണ്? ആൽഫയാണ്. അതാണ് കീലെസ് എല്ലാം വരുന്ന. ഓക്കെ. വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 7.4. ലാസ്റ്റ് പ്രൈസാ? ലാസ്റ്റ് അല്ല, ലാസ്റ്റ് നമുക്ക് വരുന്ന അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഏത് വർഷമായിരുന്നു? 19. ഡീസലോ പെട്രോളോ? പെട്രോൾ. 19 എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ അല്ല, പിന്നെ സിയാസിന് ഡീസൽ ഇല്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം തീർന്നുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. സാധാരണ കുറച്ചും കൂടിയൊക്കെ വണ്ടികൾ കിടക്കും കേട്ടോ, ഒരു 10 വണ്ടിയും കൂടി കൂടുതൽ കിടക്കുന്ന ഒരു ഷോപ്പാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ വണ്ടികൾ വിൽക്കാനായാലും വാങ്ങാനായാലും വണ്ടിയില്ല എന്നുള്ളൊരു സമയമായതുകൊണ്ടായിരിക്കാം വണ്ടികൾ കുറവാണ്. എന്നാലും അവർ വീഡിയോ ചെയ്തു എന്നുള്ളതാണ്. കാരണം ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ടി ചെയ്തു തന്നെയാണോ എന്തോ അറിയില്ല. പക്ഷേ എന്നാലും നല്ല വണ്ടികളായിരുന്നു കേട്ടോ. വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. ഒരു വണ്ടിക്കാണ്ടാണ് ഗ്ലാസ് പോയെന്ന് പറയുന്നത്, അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കണ്ടില്ല. പിന്നെ ഓവറോൾ വണ്ടി കാണുമ്പോൾ നമുക്ക് ഒരു ഊഹം ഉണ്ടല്ലോ, വണ്ടി കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഒക്കെയാണ്, നല്ല വണ്ടികളാണ്. പിന്നെ നിങ്ങൾ കാശ് കൊടുത്ത് വന്ന് വാങ്ങിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് എടുക്കുക. പിന്നെ എന്നെ വിളിച്ച് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നതാണ്, വിശ്വസിച്ച് എടുക്കാവുന്ന കൊള്ളാവുന്ന നല്ലൊരു ഷോപ്പ് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. നല്ല വണ്ടികളാണ് കിടക്കുന്നത്. ഇത് നമ്മളിവിടെ വന്ന് സ്ഥിരം ചെയ്യുന്നതിൻ്റെ പേര് പറയില്ല, ഞാൻ അങ്ങനെ ഒരു ഷോപ്പിന് വേണ്ടി പറയാറുമില്ല. പിന്നെ ഇത് ഈ ഷോപ്പിൽ എന്നെ 2 പേര് ഓരോ പ്രാവശ്യമായിട്ട് 2 പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് സനൂപേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേര് പറയാണ്. അത്യാവശ്യം നോക്കി എടുക്കാൻ കൊള്ളാവുന്ന വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. തീരെ മോശം വണ്ടികൾ കിടന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ നോക്കിയെടുക്കണം എന്ന് പറയുന്നത്. എത്ര ഓടിയില്ലാവുന്നതിൻ്റെ അത് നമ്മൾ ചെയ്യണം, നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണത്, അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകരിച്ചാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ എപ്പോൾ കിട്ടുമോ അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.